ഹായ്, സുഖമില്ല എല്ലാവർക്കും? കുറേ നാളായില്ലേ നേരിട്ട് കണ്ടിട്ട് സംസാരിച്ചിട്ടൊക്കെ ഒരു വീഡിയോ ചെയ്തിട്ട്. അപ്പോൾ ഇന്ന് ഒരു കുക്കിംഗ് വീഡിയോ ആണ്. പരിപ്പും പടവലങ്ങയും കറിയാണ്. അതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. കുറച്ച് പരിപ്പ് കഴുകി വൃത്തിയാക്കിയത് കുറച്ച് വെള്ളം ചേർത്ത് വെച്ച് വേവിക്കുന്നുണ്ട്. ഇതൊന്ന് 3 വിസിൽ വരുന്നത് വരെ ലോ ഫ്ലെയിമിലിട്ടിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കാം. പടവലങ്ങ അതിൻ്റെ ഉള്ളിലെ വിത്തൊക്കെ മാറ്റിയതിന് ശേഷം ഒന്ന് ചെറുതായിട്ടാണ് നമ്മൾ അരിഞ്ഞെടുക്കുന്നത്. ഒരുപാട് വലിയ കഷ്ണങ്ങളാക്കുന്നില്ല, ചെറിയ കഷ്ണങ്ങളാക്കി തന്നെയാണ് ഇതിനെ അരിഞ്ഞെടുക്കുന്നത്. പടവലങ്ങ അരിഞ്ഞ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതേ വലിപ്പത്തിൽ വേണം പടവലങ്ങ നമുക്ക് അരിഞ്ഞെടുക്കാൻ വേണ്ടി. പരിപ്പ് നന്നായി വെന്തിട്ടുണ്ട്. ഇനി പരിപ്പിലേക്ക് നമുക്ക് പടവലങ്ങ ചേർത്ത് കൊടുക്കാം. കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന പടവലങ്ങയാണ്. ഇത് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ ഒരല്പം മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കാനുണ്ട്. പരിപ്പിൽ നമ്മൾ ഉപ്പൊന്നും ഇട്ടിട്ടല്ല വേവിച്ചിട്ടുള്ളത്. ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അതിനുശേഷം പടവലങ്ങ ഒരല്പം വേവായതിന് ശേഷം നമുക്ക് ഉപ്പ് ചേർക്കാം. കാരണം നമ്മൾ പച്ചക്കറിയിൽ ആദ്യം ഉപ്പ് ചേർക്കുമ്പോൾ പച്ചക്കറിയുടെ ഗുണങ്ങളെല്ലാം നശിച്ചു പോകുമെന്നാണ് പറയുന്നത്. അപ്പോൾ കുറച്ചൊന്ന് വെന്തതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് ഉപ്പ് ചേർക്കാം. പടവലങ്ങയും പരിപ്പും അപ്പുറത്ത് വേവുന്ന സമയം കൊണ്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് കുറച്ച് നാളികേരം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു 3 പച്ചമുളക് ചേർക്കാം. അതിൻ്റെ കൂടെ തന്നെ ഒരു 4-5 അല്ലി ചെറിയ ഉള്ളിയാണ് ഞാൻ ചേർക്കുന്നത്. കൂടാതെ ഇതിൻ്റെ ഒപ്പം കുറച്ച് ജീരകം കൂടി നമുക്ക് ചേർക്കേണ്ടതുണ്ട്. ഒരല്പം ഒരു 1/4 ടീസ്പൂണോളം ജീരകം കൂടി ഇതിലേക്ക് ചേർക്കാം. ഇതൊന്ന് നന്നായിട്ട് നമുക്ക് അരച്ചെടുക്കാം. ഇപ്പോൾ പടവലങ്ങ ഏകദേശം പകുതി വേവോളം ആയിട്ടുണ്ട്. ഈ സമയത്ത് നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒന്നിളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഒരല്പസമയം കൂടി നമുക്കിതൊന്ന് വേവിക്കാം. ഇപ്പോൾ നമ്മുടെ പരിപ്പും പടവലങ്ങയും വെന്തിട്ടുണ്ട്. ഇനി ഈ സമയത്ത് നമുക്കിതിലേക്ക് നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന അരപ്പ് നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ അരപ്പ് ഒന്ന് നന്നായിട്ട് തിള വരുന്ന സമയത്ത് നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ അരപ്പൊക്കെ തിളച്ചു, ഗ്യാസ് ഓഫ് ചെയ്തു. ഇനി ഇതിലേക്ക് കടുക് താളിച്ച് ചേർക്കാം. കടുക് താളിക്കുന്നതിന് വേണ്ടി ഒരു ചട്ട അടുപ്പത്തേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. ഈ വെളിച്ചെണ്ണയിലേക്ക് ചൂടാവുന്ന സമയത്ത് കടുക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടേബിൾ സ്പൂണോളം കടുകാണ് ചേർത്തിരിക്കുന്നത്. 2 ചെറിയ വറ്റൽമുളക് ചേർക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ കുറച്ച് കറിവേപ്പില കൂടി ചേർക്കുന്നുണ്ട്. ഒക്കെ നന്നായിട്ട് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. കറിവേപ്പിലയിൽ വെള്ളമുള്ളത് കൊണ്ടാണ് ഈ ഒരു ശബ്ദം കേൾക്കുന്നത്. അപ്പോൾ നമുക്കിനിത് കറിയിലേക്ക് ചേർത്ത് കൊടുക്കാം. കറിയിലേക്ക് താളിച്ചത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പടവലങ്ങ പരിപ്പ് കറി ഇവിടെ തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം, അഭിപ്രായങ്ങൾ പറയണം. അപ്പോൾ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം. ബൈ ബൈ.